നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ പത്മജ ചില കാര്യങ്ങൾ മീഡിയ വണ്ണിനോട് പറയുകയാണ്. കോൺഗ്രസ് പട്ടിക പുറത്തു വന്നാൽ കൂടുതൽ പേർ ബി.ജെ.പിയിലെത്തുമെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. തൃശൂരിലെ ജനങ്ങൾക്ക് തന്നോടിപ്പോൾ സഹതാപമുണ്ട്, അവർ തന്നെ പിന്തുണയ്ക്കുമെന്നും പത്മജ വേണുഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. നടരാജ് പരശുരാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വടക്കുന്നാഥനിൽ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. പത്മജ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? മുന്നണി മാറിയാണ് നിൽക്കുന്നെങ്കിലും തൃശ്ശൂരിലെ ജനം കൂടെ നിൽക്കുന്നത് തന്നെയാണോ? പിന്നെ തീർച്ചയായിട്ടും അവരൊരിക്കലും എന്നെ ഒരു പാർട്ടി ഇതായിട്ടല്ല കാണുന്നത്. എത്രയോ കാലമായിട്ട് അവരുടെ കൂടെ നടക്കുന്ന പത്മേച്ചിയാണ്. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ വിളിക്കുക. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അവിടെ വന്നപ്പോൾ എല്ലാവരും കണ്ട്. കഴിഞ്ഞ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി, ഇത്തവണ കൂടി ഉണ്ട്. എങ്ങനെയാണ് അദ്ദേഹം കൂടി പ്രചാരണത്തിൽ ഉണ്ടാവുമോ? എങ്ങനെയൊക്കെയാണ് പദ്ധതികൾ? പിന്നെ അദ്ദേഹം കൂടെ ഉറപ്പ്, അദ്ദേഹമാണ് ഇതിന് തുടക്കട്ട ആള് സത്യം പറഞ്ഞ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും, എൻ്റെ സ്വന്തം ബ്രദറായിട്ട്. CC മൂന്നൻ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ എത്തി. കൂടുതൽ ആളുകൾ ഇനിയും ബി.ജെ.പിയിൽ വരും എന്നാണോ പറയുന്നത്? പത്മചേച്ചി ആരെങ്കിലും എത്തിക്കുന്നുണ്ടോ ചേച്ചിയുടെ ലീഡർഷിപ്പിൽ? എത്തിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ മറ്റേ ഇവരുടെ ഇത് വന്നോട്ടെ സ്ഥാനാർത്ഥി പട്ടിക, അത് കഴിഞ്ഞാൽ നല്ല അടിയും അവിടെ നല്ലൊരു ഒഴുക്കും കാണാം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ പൊട്ടിത്തെറി ഉണ്ടാവും. പൊട്ടിത്തെറി ഉറപ്പാണ്. അത് ഞാൻ കണ്ടിട്ടില്ലല്ലേ എത്ര കൊല്ലമായിട്ട്. ഈ അതൃപ്തിയിലുള്ള കോൺഗ്രസ്സുകാരോട് എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ? എല്ലാവരോടും പറയണേ, ഇവിടുത്തെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് എല്ലാവരും ചോദിക്കും, ഓ ചേച്ചി ഇത്തിരി വയസ്സ് കുറഞ്ഞു. നമ്മൾ മറ്റേ ടെൻഷനൊന്നും ഇല്ലല്ലോ, സമാധാനമായിട്ടുള്ള ജീവിതമാണ്. എല്ലാവരും നമ്മുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്, കാല് വാരുമോ എന്നുള്ള പേടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ധൈര്യം കൊണ്ടാണ് ഞാനിങ്ങനെ സന്തോഷമായിട്ട് ധൈര്യം എനിക്ക് നടക്കാൻ പറ്റുന്നത്. ആ സന്തോഷം നിങ്ങൾക്ക് വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ ബി.ജെ.പിയിലേക്ക് വരും. സന്തോഷവും സമാധാനവും വേണമെങ്കിൽ അല്ലേ? ഈ ചോരെഴുതി കൊണ്ട് പ്രചാരണം തുടങ്ങിയല്ലോ, ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? വളരെ നല്ല റെസ്പോൺസ്. അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. എല്ലാവർക്കും ഒരു അയ്യോ ചേച്ചി ഇത്രയും ഞങ്ങൾ ചേച്ചീനെ ഇതാക്കി സങ്കടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഒരു സഹതാപം, ഒരു സെന്റിമെന്റൽ ഫാക്ടർ ഉണ്ട്, നല്ലോണം ഉണ്ട് എൻ്റെ അടുത്ത്. ഇനി ചേച്ചി സങ്കടപ്പെട്ട് ഇവിടുന്ന് പോരുത് എന്ന് പറയും. എല്ലാ ആശംസകളും ചേച്ചി.